കൊണ്ട് ട്രയൽ റൺ എന്ന് പറയുന്ന 10,000 പങ്കെടുത്ത പരിപാടിയിൽ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല പ്രതിപക്ഷ നേതാവിനെ? 15,000 നേരത്തെ പറഞ്ഞ 25,000 പരിപാടിയിൽ അരുൺ വേഗം 15,000 കുറച്ചു അദ്ദേഹം. അല്ല ഈ ചർച്ച കഴിയുമ്പോഴേക്കും അത് 500 ആകും. ചർച്ച കഴിയുമ്പോഴേക്കും 500 ആകും. ഇതാണ് കോൺഗ്രസിന്റെ രീതി. 10,000 എന്നാ പറഞ്ഞത്. ഈ കോൺഗ്രസിന്റെ രീതി താൻ എന്നെ പഠിപ്പിക്കണ്ട. കോൺഗ്രസിന്റെ രീതി താൻ എന്നെ പഠിക്കണ്ട. അതായത് 10,000 എന്ന് തന്നെ ഞാൻ പറയുന്നു. അല്ല കേൾവിക്ക് വല്ല കുറവുണ്ടെങ്കിൽ മിസ്റ്റർ അരുൺകുമാർ, കേൾവിക്ക് വല്ല കുറവുണ്ടെങ്കിൽ വേറെ ചികിത്സ തേടണം നിങ്ങൾ. ഞാൻ പറഞ്ഞത് 10,000 ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും ബോധ്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് പറയൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി കാര്യം പറഞ്ഞല്ലോ. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ വരെ വന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിച്ച് ആ ആഗോള നിക്ഷേപകരുടെ മുന്നിൽ സംസാരിച്ചു പോകാനുള്ള അവസരം തരുമ്പോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും മാറ്റി നിർത്താനുള്ള പരിപാടിയില്ല. കൃത്യമായി സഹകരിപ്പിക്കാൻ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും സഹിക്കില്ല. നിങ്ങൾക്കൊന്നും ഇത് സഹിക്കില്ല മിസ്റ്റർ. നിങ്ങൾക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് ഞങ്ങളുടെ കുഴപ്പമില്ല. വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്ന LDF സർക്കാർ ഇനിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ വരും, നിരവധി ഉദ്ഘാടനം വരും. ഇപ്പൊ ദേശീയപാത നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഉപേക്ഷിച്ചു പോയ പദ്ധതിയല്ലേ, ദേശീയപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇതൊക്കെ വരും. നിങ്ങൾക്ക് ഇതൊന്നും സഹിക്കില്ല. അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ഇനിയും ശ്രമിക്കും. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം മറ്റ് രണ്ട് ബഹുമാന്റെ അതിഥികൾ കാത്തിരിക്കുന്ന നിങ്ങൾ പരിഗണിക്കുമല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം, അരുണിലേക്കും വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഇപ്പോൾ അരുൺ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യമുണ്ട്. ഈ 2-ാം തീയതി ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തുക ഇല്ല, ഇനി നമ്മളാരും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും അംഗീകരിക്കേണ്ടി വരും കേരളത്തിന്. ഇതെന്ത് വിചിത്രമായ നിലപാടാണിത്? ഇപ്പൊ മുഖ്യമന്ത്രി ഒഴിവാക്കിയിട്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയെ കൊണ്ടിരുത്തുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിലൊക്കെ പാലിക്കപ്പെടുന്ന ചില ഔചിത്യങ്ങളുണ്ട്. അതിനെയൊന്നും പർവ്വതീകരിച്ചൊരു യാദൃച്ഛികതയാക്കി, ഒരു ആകസ്മികതയാക്കി, എന്തവിടെ നിന്ന് വന്നാലും അശനിപാതം പോലെ അതങ്ങ് ഏറ്റെടുക്കേണ്ട ഒരു പരിപാടി എന്ന രൂപത്തിൽ ഇതിനെ ചിത്രീകരിക്കേണ്ടതുണ്ടോ? ഇവിടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടായി. സതീശൻ ഒഴിവാക്കപ്പെടണമെന്ന്. സതീശന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യത്തെ ദുരനുഭവമല്ല ഇത്. അപ്പോൾ കണക്ക് കൂട്ടിയുള്ള നീക്കം, അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ കോർട്ടിലേക്ക് അത് തട്ടിയിടുന്നു. അങ്ങനെയാണോ കാണേണ്ടത്?